അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് കുഞ്ഞു കുഞ്ഞു ക്യാപ്ചാസ് ഒക്കെ ടൈപ്പ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിനിമം എമൗണ്ട് ആയി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വലിയ ഹ്യൂജ് എമൗണ്ട് ആകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞ് എമൗണ്ട് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ വിഡ്രോവൽ ചെയ്യുമ്പോഴത്തേക്കിനും പേയ്മെൻറ്റ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ടോട്ടലി ഫ്രീ ആണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണേലും ഏത് സമയത്ത് വേണേലും വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം സൈറ്റ് ചെയ്തൊന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ വിഡ്രോവൽ ചെയ്യണം, ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് വിഡ്രോവൽ ചെയ്യാനായിട്ട് എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് 2Captcha എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ സൈറ്റിൻ്റെ പ്രത്യേകത അറിയാമായിരിക്കുമല്ലോ. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മൾ ക്യാപ്ചാസ് ടൈപ്പ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യുന്ന പരിപാടി. അപ്പം അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മേക്ക് മണി ബൈ ക്യാപ്ച ടൈപ്പിംഗ് വർക്ക് ഇൻ മൊബൈൽ ഫോൺ. മൊബൈലിൽ നമുക്ക് ക്യാപ്ചാസ് ടൈപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഫിൽ ക്യാപ്ച ആൻഡ് ഏൺ മണി വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ലാതെ നമുക്ക് ക്യാപ്ചാസ് ഫില്ല് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഓൺലൈൻ ക്യാപ്ച വർക്ക് വിത്ത് ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ്. നമ്മൾ ഓൺലൈനിൽ വർക്ക് ചെയ്താൽ കറക്റ്റ് എത്രയാണോ അവർ പറഞ്ഞിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയാലും നമുക്ക് ആ ഒരു എമൗണ്ട് അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും. ക്യാപ്ച എൻട്രി ജോബ്സ് ഓൾവേസ് ടു ഈസി ആൻഡ് ഓൺലൈൻ ഫ്രം ഹോം. അപ്പം ക്യാപ്ച ജോബ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിലിരുന്നിട്ട് ഈസി ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് ഹൗ ടു ഏൺ മണി ബൈ ക്യാപ്ച സോൾവിങ്. ക്യാപ്ച സോൾവിലൂടെ നമുക്ക് എങ്ങനെ മണി ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈനപ്പാണ്. നമ്മൾ ആദ്യം 2Captcha സൈനപ്പ് ചെയ്യുക. അതിനുശേഷം മെയിൽ ID കൺഫേം ചെയ്യുക. അതിനുശേഷം ക്യാപ്ചാസ് സോൾവ് ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് നേടുക. പിന്നെ പറയുന്നത് നമുക്ക് 0.50 കിട്ടും, ഡോളർ കിട്ടും 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ, ഡിപ്പെൻഡിങ് ഓൺ സർവീസ് ലോഡ്. അപ്പം നമ്മൾ സർവീസ് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സൈനപ്പ് ചെയ്തിട്ട് നമ്മൾ സൈറ്റിൽ കയറി പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിൻ്റെ ഇതിനനുസരിച്ചായിരിക്കും ക്യാപ്ചാസ് കിട്ടുക. നെറ്റ് ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ ക്യാപ്ചാസ് വരാനായിട്ട് താമസം കാണും. അതല്ല നല്ല സ്പീഡുള്ള നെറ്റിലാണെങ്കിൽ പെട്ടെന്ന് ക്യാപ്ചാസ് വരും. ഞാനിതിൽ സൈനപ്പ് ചെയ്ത് ഒരു 1-2 മിനിറ്റേക്ക് എനിക്ക് വർക്കൊന്നും കിട്ടിയില്ലായിരുന്നു, ക്യാപ്ചാസ് ഒന്നും വരുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ട്രൈ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ക്യാപ്ചാസ് വരാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്ത് ഒരു 3-4 മിനിറ്റിന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം മിനിമം പേ ഔട്ട് എന്ന് പറയുന്നത് $0.5 ആണ്. $0.5 ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മിനിമം എമൗണ്ട് ആയി കഴിഞ്ഞാൽ തന്നെ വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നോ പേ ഔട്ട് ഫീസ്. പേ ഔട്ട് ചെയ്യുന്നതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്യാഷ് വിഡ്രോവൽ ചെയ്യാമെന്നുള്ളതുണ്ട്. വെബ് മണി ആയിട്ട് വിഡ്രോവൽ ചെയ്യാം, പെർഫെക്റ്റ് മണി, അഡ്വൈസ് ക്യാഷ്, പേയോർ, അതല്ല പേപാൽ, അങ്ങനെ ഏതിൽ വേണമെങ്കിലും നമുക്ക് ക്യാഷ് വിഡ്രോവൽ ചെയ്തെടുക്കാം പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ഒക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് 1000 ക്യാപ്ചാസൊക്കെ നമ്മൾ സോൾവ് ചെയ്യുവാണെങ്കിൽ 0.14നും 0.6നും ഇടയ്ക്ക് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം വിചാരിക്കണം, നമ്മുടെ വർക്ക് സിമ്പിളാവുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഏണിങ്സും അതുപോലെ കുറവായിരിക്കും. അതേസമയം നമ്മുടെ വർക്ക് ഹെവി വർക്കാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഹെവി ആയിരിക്കും. അത് നിങ്ങൾ അങ്ങനെ വിചാരിക്കണം. കാരണം ക്യാപ്ചാസൊക്കെ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു കുഞ്ഞിന് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ക്യാപ്ചാസൊക്കെ സോൾവ് ചെയ്യും. അങ്ങനെയുള്ള ഈസി വർക്കിനൊക്കെ അവർ അതുപോലെയുള്ള എമൗണ്ട് ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്യുക. അപ്പം പിന്നെ നമുക്കിപ്പോൾ ഇതിൽ എങ്ങനെ സൈനപ്പ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് സ്റ്റാർട്ട് ഏണിങ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി ഇവിടെ സൈനിങ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓപ്ഷൻ കാണിക്കുന്നത്. ജസ്റ്റ് ഞാൻ ലോഗ് ഔട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. ഇത് ഞാൻ ഓൾറെഡി സൈനപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ
എന്താണ് ഇവർ കൊടുത്തിട്ടുണ്ട് ക്യാപ്ച ടൈപ്പിംഗ് ജോബ്, ഏൺ മണി വിത്തൗട്ട് രജിസ്ട്രേഷൻ ഫീസ്, ഡെയിലി പേയ്മെൻറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ടിങ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. നിങ്ങൾക്ക് മെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ ഐ ഡി കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യുക. ഞാൻ ഗൂഗിൾ ഐ ഡി കൊടുത്തിട്ടാണ് സൈനപ്പ് ചെയ്തത്. അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം. ഗൂഗിൾ ഐ ഡി കൊടുക്കുക, സൈനപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയാണ് എനിക്ക് വന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കില്ല വരിക. നിങ്ങൾ ആദ്യമായിട്ട് സൈനപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് വർക്കറാണോ കസ്റ്റമറാണോ അതോ എന്താണ് ഡെവലപ്പേഴ്സാണോ എന്നായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമറാണോ വർക്കറല്ലേ. അപ്പോൾ വർക്കർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇവിടെ എന്താണ് നമുക്ക് അതിൻ്റെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഈ ഒരു സ്റ്റാർട്ട് വർക്ക് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് വർക്ക് നമുക്ക് കിട്ടുക. നമ്മൾ ആദ്യമേ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പം വർക്ക് ക്യാപ്ചാസ് വരത്തില്ല. ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ നെറ്റ് നോക്കി നെറ്റ് ഫുൾ സ്പീഡൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പം ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, വർക്ക് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് ഇത് വരാത്തത്. അപ്പം ജസ്റ്റ് ഒന്നുകൂടി സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക. കണ്ടോ, ഇതിലാണ് ഇങ്ങനെയാണ് ക്യാപ്ചാസ് വരുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. GLP എന്നിട്ട് കറക്റ്റ് ഇവിടെ ടൈമർ ഓടുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് സെൻഡ് ഓപ്ഷൻ കൊടുക്കുക. കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകും, റോങ് ആണെങ്കിൽ നമ്മൾ അതിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാപ്ചാസ് സോൾവ് ചെയ്യേണ്ടത്. സോൾവ് ചെയ്യുമ്പോഴത്തേക്കിനും അപ്പോൾ ഇവിടെ 16 ക്യാപ്ചാസാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ, 16. ഞാനിപ്പോൾ 6 എണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 16 എണ്ണം ഉണ്ട്. അപ്പോൾ 16 എണ്ണം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അങ്ങനെ ക്രെഡിറ്റായി ഒരു മിനിമം എമൗണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൽ വർക്ക്. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. 100% ജെനുവിനായിട്ടുള്ള ഒരു സൈറ്റാണ്. ഫ്രീ ആയിട്ടിരിക്കുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ, സീ യു.